ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? റിക്കർസീവ് ഫംഗ്ഷനാണ്. നമ്മൾ നോർമൽ ഫംഗ്ഷനൊക്കെ എപ്പോഴും നമ്മൾ നോക്കാറുണ്ട് അല്ലേ? കുറച്ചുകൂടെ സിമ്പിളാണ്. മറ്റേനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളാണ്. പക്ഷെ നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പം പൊതുവേ പലർക്കും ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഏത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും അവർ കാണുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഫാക്ടോറിയൽ ഓഫ് നമ്പർ ആണ് അതിൽ കാണുന്നത് അല്ലേ? അപ്പം മിക്കവാറും എല്ലാത്തിലും കാണുന്നൊരു പ്രോഗ്രാമാണത്. അപ്പം അത് മാത്രമല്ല നമുക്ക് റിക്കർസീവ് ഫംഗ്ഷനായിട്ട് എഴുതാൻ പറയുന്നത്. എല്ലാവരും ഒരു എക്സാമിനകത്ത് പിന്നെ ഒരു റിക്കർസീവ് ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ മാത്രമാണ് എല്ലാവരും എഴുതുന്നത്. അതിങ്ങനെ കാണാതെ പഠിച്ചു വെക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് അതല്ലാതെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള അറിയണ്ടേ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. അതെങ്ങനെ വരുന്നതെന്ന് നോക്കാം. അതായത് ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനകത്ത് സെയിം ഫംഗ്ഷനെ റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്യുക. അതിനാണ് എന്ത് പറയുന്നത്? റിക്കർസീവ് ഫംഗ്ഷൻ പറയുന്നത്. അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഒരു ഫംഗ്ഷനകത്ത് എഴുതുന്ന പോലെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയൊന്നും അതിനകത്ത് എഴുതില്ല. കണ്ടീഷൻ ചെക്ക് ചെയ്യാം, ഇഫ് യൂസ് ചെയ്യാം. അല്ലാതെ പിന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ അവോയ്ഡ് ചെയ്യും. മനസ്സിലായോ? അതാണ് എന്ത് പറയുന്നത്? റിക്കർസീവ് ഫംഗ്ഷൻ പറയുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്തിനാണ്? ഇപ്പൊ ഒരു വേരിയബിളിന്റെ വാല്യൂ മാറി അല്ലെ സെയിം സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വാല്യൂ മാറ്റിയിട്ട് വീണ്ടും വാല്യൂ മാറ്റി ആർഗ്യുമെന്റ് ആയിട്ട് സെയിം ഫംഗ്ഷനെ തന്നെ റിപ്പീറ്റ് കോൾ ചെയ്യാം. അതിനെയാണ് എന്ത് പറയുന്നത്? റിക്കർസീവ് ഫംഗ്ഷൻ പറയുന്നത്. മനസ്സിലായോ? സെയിം ഫംഗ്ഷനെ ഒരു ഫംഗ്ഷനകത്ത് തന്നെ ആ സെയിം ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? റിക്കർസീവ് ഫംഗ്ഷൻ പറയുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ചേഞ്ചസ് എന്താണോ ആ ചേഞ്ചസിനെ ആർഗ്യുമെന്റിന്റെ വാല്യൂ ആയിട്ട് ചേഞ്ച് ചെയ്യും. മനസ്സിലായോ? നമ്മളിപ്പോൾ ആദ്യം 1 പാസ് ചെയ്യുന്നു, അടുത്ത 2 ആണ് പാസ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ i എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ ബിഗിനിങ്ങിൽ 1 ആക്കും. എന്നിട്ട് സെക്കൻഡ് ടൈം പാസ് ചെയ്യുമ്പോൾ എന്താ 2 ആക്കും, തേർഡ് ടൈം പാസ് ചെയ്യുമ്പോൾ 3 ആക്കും. മനസ്സിലായോ? അങ്ങനെ മാറി ആർഗ്യുമെന്റിനെ മാറ്റി പാസ് ചെയ്ത് സെയിം ഫംഗ്ഷനെ റിപ്പീറ്റ് ചെയ്ത് കോൾ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? റിക്കർസീവ് ഫംഗ്ഷൻ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? 1 × 2 × 3 × 4 × 5 അല്ലെ? അതല്ലെങ്കിൽ തിരിച്ചിടാം അല്ലെ? 5 × 4 × 3 × 2 × 1 അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ അതെന്താണ്? ഏത് ലോജിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ലോജിക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇനിഷ്യലൈസ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ചേഞ്ച് മൈനസ് ആണോ പ്ലസ് ആണോ നോക്കുക, അതിനെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാം. ഓക്കെ, അതാണ് നോർമലി നമ്മൾ ഈ കാണുന്ന എല്ലാ ടെക്സ്റ്റ് ബുക്കിലും കാണുന്നതും എല്ലാ എക്സാമ്പിളിലും കാണുന്ന ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് പകരം അടുത്തൊരു ഫംഗ്ഷൻ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ് യൂസിങ് റിക്കർഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, മെയിൻ ഫംഗ്ഷൻ ആദ്യം പറയാം. ഇന്റ് മെയിൻ പറഞ്ഞു. ഇതിനകത്ത് റിസൾട്ട് ഇസ് ഈക്വൽ ടു ഇന്റ് റിസൾട്ട് അല്ലെ? ഇന്റിജർ ആണ് വേരിയബിൾ ടൈപ്പ് പറയുന്നത്. അതായത് ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. അതുകൊണ്ട് തന്നെ അത് റിസീവ് ചെയ്യാനുള്ള വേരിയബിളും എന്ത് തന്നെ വേണം? ഇന്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. റിസൾട്ട് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു സം ഓഫ് 10 അല്ലെ? അപ്പൊ ആദ്യം ഞാൻ പാസ് ചെയ്യുന്ന ഏതാണ്? 10 എന്ന് പറയുന്ന വാല്യൂ ആണ് അതിലോട്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ നേരെ ഇവിടെ നിന്ന് എങ്ങോട്ട് ജമ്പ് ചെയ്യും? ഈ ഫംഗ്ഷനിലോട്ട് ജമ്പ് ചെയ്യും അല്ലെ? സം എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് ഇവിടെ ജമ്പ് ചെയ്യുന്ന സമയത്ത് അത് എവിടെയാണ് അസൈൻ ചെയ്യുന്നത്? ഈ കെ എന്ന് പറയുന്ന വേരിയബിളിലാണ് അത് അസൈൻ ആവുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണല്ലേ? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷൻ എത്തുമ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് ആവണം അല്ലെ? അതിന് വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു? ഇഫ് കെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലെ? കണ്ടിന്യൂ ചെയ്യുക. അതായത് എന്താണ്? ഈ ഫംഗ്ഷനെ റിപ്പീറ്റ് കോൾ ചെയ്യണം. അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റിട്ടേൺ കെയുടെ വാല്യൂ പ്ലസ് സം ഓഫ് k - 1. കണ്ടോ? അപ്പൊ ഇപ്പൊ കെയുടെ വാല്യൂ 10 ആണ്. 10 പ്ലസ് എന്താണ്? വീണ്ടും ഫംഗ്ഷൻ കോൾ ആണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. ഓക്കെ, അപ്പൊ 10 പ്ലസ് എന്താണ്? സം ഓഫ് 9 അല്ലെ? വീണ്ടും ഫംഗ്ഷൻ കോൾ ചെയ്തു. അപ്പൊ എവിടെ വന്നു? ഇന്റ് സം ബ്രാക്കറ്റിനകത്ത് ഇന്റ് കെ, അതായത് ഫംഗ്ഷൻ ഹെഡറിൽ വന്നു. അപ്പൊ ഇപ്പൊ കെയുടെ വാല്യൂ എത്രയാണ്? 9 ആണ്. അപ്പൊ ഓൾറെഡി അവിടെ ഒരു 10 ഉണ്ട്. ആ 10ന്റെ കൂടെ 10 പ്ലസ് എന്ത് പറയുന്നു? ഇപ്പോഴത്തെ കെയുടെ വാല്യൂ എന്താണ്? 9 പ്ലസ് സം ഓഫ് 8. മനസ്സിലായോ? അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എപ്പോഴാണോ ഈ കെയുടെ വാല്യൂ 0 ആവുന്നത് അല്ലെ? അതുവരെ ചെയ്താൽ മതി. അതായത് 1 വരെ ചെയ്താൽ മതി. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ 1 വരെ ചെയ്താൽ മതി. 1 ആവുന്ന സമയത്ത് എന്ത് ചെയ്ത് എവിടെയാണോ ഫംഗ്ഷൻ കോൾ ചെയ്ത് അവിടേക്ക് ഈ വാല്യൂ റിട്ടേൺ ആവും. അപ്പം ഇവിടുന്ന് ഇതിന്റെ വാല്യൂ എത്രയായി? 1 ആവുന്ന സമയത്ത് കെയുടെ വാല്യൂ 1 ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? മെയിനിലോട്ട് റിട്ടേൺ ചെയ്യും. അപ്പൊ ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിൽ എന്തായിരിക്കും വരിക? പിന്നെ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിൽ അതിന്റെ സം കിട്ടി അല്ലെ? 1 to 10 നമ്പേഴ്സിന്റെ സം കിട്ടി. അതിവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്.
അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ റിവേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്പർ റിവേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അടുത്ത പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്പർ റിവേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്പർ റിവേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മെയിൻ നോക്കിയ മെയിനകത്ത് ഒരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം എന്താ ചെയ്തിരിക്കുന്നത്, അതിനുശേഷം ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇൻഡ് എൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അത് റീഡ് ചെയ്തു. ഓക്കെ, നമ്മളിപ്പോൾ സപ്പോസ് 123 ആണ് ഞാൻ റീഡ് ചെയ്തെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, 321 എന്ന് പ്രിന്റ് ചെയ്യണം അല്ലേ. അപ്പൊ ഇവിടെ റിവേഴ്സ് എൻ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്തു. എന്തുകൊണ്ടാണ് അവിടെ റിട്ടേൺ പറഞ്ഞിട്ടില്ല, അതിനകത്ത് തന്നെ പ്രിന്റിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു ലോജിക് എന്ന് പറയുന്നത് ഈ സെയിം ലോജിക്ക് തന്നെ നമ്പർ വേഴ്സ് റിക്കർഷൻ യൂസ് ചെയ്ത് ചെയ്യണമെന്നില്ല അല്ലേ. നമുക്ക് വേറെ രീതിക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരു വേരിയബിൾ എടുത്തിട്ട് ആ വാല്യൂ റിട്ടേൺ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം അല്ലേ. നോർമലി നമ്മൾ ചെയ്യുന്ന സമയത്ത് R എന്ന് പറയുന്ന ഒരു വേരിയബിൾ അല്ലേ, 3 സ്റ്റെപ്പ് എല്ലാവരും കാണാതെ വിളിച്ചിരിക്കുന്ന ഒരു 3 സ്റ്റെപ്പാണ് അല്ലേ. T is equal to എന്താണ് n%10, R is equal to R into 10 plus T, അതുപോലെ n is equal to n divided by 10. എന്തിനാണ് അങ്ങനെ ആ 3 സ്റ്റെപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് അറിയായിരിക്കും, കുറേ പേർക്ക് അറിഞ്ഞിട്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് വേണമെങ്കിൽ ഞാനൊരു ദിവസം അതിൻ്റെ ടാബുലർ കോളം വരച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ ചേഞ്ച് വരുന്നതെന്നുള്ള ലോജിക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു, അതിന് റിട്ടേൺ ഇല്ല. അതിനകത്ത് എന്ത് ചെയ്തു, ഇഫ് യൂസ് ചെയ്തു അല്ലേ. ഇഫിനകത്ത് എന്താ പറയുന്നത്, n ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് എന്നിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു, റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, എപ്പോഴാണോ 0 ആകുന്നത് ആ സമയത്ത് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. അതായത് ഇവിടെ വരും, മെയിനിൽ വരും അല്ലേ. അതിനുശേഷം എന്താ ചെയ്തിരിക്കുന്നത്, എൽസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റ് ഡിജിറ്റ് ഇസ് ഈക്വൽ ടു n%10. അതായത് ലാസ്റ്റ് ഡിജിറ്റ് എടുക്കാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുക അല്ലെ. ഇപ്പൊ 123 ആണെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുന്ന സമയത്ത് ഡിവിഷൻ എത്രയാണ് വരുന്നത്, 120 വരും, റിമൈൻഡർ 3 വരും. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റിനകത്ത് എത്ര വന്നു, 3 എന്നുള്ള നമ്പർ വന്നു. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന വാല്യൂ 123 ആണെങ്കിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് എന്താ പറയുക, n ഡിവൈഡഡ് ബൈ 10 പറയുന്നത്. അതായത് നമ്മൾ 3 എടുത്തു കഴിഞ്ഞു അല്ലേ, ഇനി 12 മതി നമുക്ക്. അപ്പൊ 3 കളയണമെങ്കിൽ എന്താണ്, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര വരും, 12.3 വരും. നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഇൻറ്റിജർ വേരിയബിൾ ആയതുകൊണ്ട് എന്തായിരിക്കും, 12.3-ലെ 0.3 കളയും. ഓക്കെ, ഇൻറ്റിജർ ആകുമ്പോൾ ഡെസിമൽ വാല്യൂ എടുക്കില്ല, അതങ്ങ് കളയും. അപ്പൊ എത്ര കിട്ടി, 12 കിട്ടി. ഇനി എന്താ ചെയ്യുന്നത്, ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇവിടെ നമ്മൾ മറ്റേ സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ റിവേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് അങ്ങനെയല്ല, സിംഗിൾ വേരിയബിൾ ആയിട്ട് സിംഗിൾ വാല്യൂ ആയിട്ടല്ല എടുക്കുന്നത്. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് എടുത്തു, പ്രിന്റ് ചെയ്തു, വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര 12 ആയി, വീണ്ടും അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എടുത്തു, പ്രിന്റ് ചെയ്തു. അതാണ് ഇതിന് ഈ പറഞ്ഞിരിക്കുന്ന ലോജിക്ക് എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്ക് മറ്റേത് വേണമെങ്കിൽ ഒരു ക്ലാസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഡിജിറ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞു 12 n ഡിവൈഡഡ് ബൈ 10 പറഞ്ഞപ്പോൾ എത്രയായി, 12.3 ആയി, 0.3 കളഞ്ഞു. എന്നിട്ട് ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് പ്രിന്റ് ചെയ്തു. ഫസ്റ്റ് ഡിജിറ്റ് നോട്ട് ഈക്വൽ ടു 0 അല്ലെ. ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്ത് 0 ആകുന്ന സമയം വരെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ 0 അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറയാണ്, റിവേഴ്സ് ഫസ്റ്റ് ഡിജിറ്റ് അല്ലെ. അപ്പൊ വീണ്ടും ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറയാണ്. അപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് 123 ആണെങ്കിൽ 12 ആയി. അപ്പം റിവേഴ്സ് 12 എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യും, ഫംഗ്ഷൻ കോൾ ചെയ്യും. ആ സമയത്ത് വീണ്ടും ഇതിനകത്തോട്ട് കയറി ഇഫ് n ഈക്വൽ ടു 0 ആണോ നോക്കി, 0 അല്ല. അപ്പൊ നേരെ ഇവിടെ ഒരു എൽസിൽ വരും. അവിടെ നിന്ന് വീണ്ടും എന്താണ്, n%10 പറയുമ്പോൾ എത്ര കിട്ടി, ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 10 റിമൈൻഡർ 2 ആ വരുന്നത് അല്ലേ. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റിൽ 2 കിട്ടി. ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്, n ഡിവൈഡഡ് ബൈ 10 ആണ്. അപ്പൊ എത്ര വന്നു, 1.2 വന്നു. 1.2-ലെ 0.2 കളഞ്ഞു, വാല്യൂ എന്തായി, 1 ആയി. മനസ്സിലായോ? അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എന്നിന്റെ വാല്യൂ 0 ആകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞു, ആ എന്നിന്റെ ഇപ്പോഴത്തെ വാല്യൂവിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു, റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നേരെ എവിടെ വരും, ഇവിടെ പിന്നെ മെയിനിലോട്ട് വരും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കണ്ടോ? അപ്പൊ അത് നമ്മൾ ലോജിക്ക് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ റിക്കർഷൻ എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ളൊരു സംഭവമാണ്. അപ്പൊ നമുക്ക് കുറച്ച് പ്രോഗ്രാം വേണമെങ്കിൽ റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് സ്ട്രിംഗ് റിവേഴ്സ് ചെയ്യാം അല്ലെ. അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ ഇതുണ്ട്. നമുക്ക് ഏതാണ് ഫിബൊനാച്ചി സീരീസ് അല്ലെ. ഫിബൊനാച്ചി സീരീസ് പറയുമ്പോൾ എന്താണ്, 0, 1, 1, 2, 3, 5 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് പോകുന്നത്. അതായത് 2 ഡിജിറ്റിന് 2 നമ്പറിനെ ആഡ് ചെയ്യാം, വീണ്ടും അടുത്ത നെക്സ്റ്റ് 2 നമ്പറിനെ ആഡ് ചെയ്യുക. അതാണ് നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു പോകുന്നതാണ് അല്ലെ ഫിബൊനാച്ചി സീരീസ് പറയുന്നത്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ റിക്കർഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം, വളരെ എളുപ്പമാണ്. അപ്പം പിന്നെ നേരത്തെ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുമല്ലേ. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ആർക്കെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പം നമുക്ക് ഇവിടുത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പിന്നെ പുറത്തുള്ളവരുണ്ട്, അതുപോലെ ഗൾഫിലൊക്കെ ഉള്ള ടീച്ചേഴ്സ് പഠിക്കുന്നുണ്ട്, അതുപോലെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എന്നോടൊപ്പം പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയണം, നന്നായി മനസ്സിലാക്കണം എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് ലോജിക്ക് മനസ്സിലാക്കി നമുക്ക് ക്ലാസ്സുകൾ ചെയ്തു പോകാൻ സാധിക്കും. ഓക്കെ, അപ്പം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വേണമെന്നുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.